Hi friends, welcome back to our Plus One English lessons. Today we are moving on to our next chapter, And Then Gandhi Came by Jawaharlal Nehru. And Then Gandhi Came is a short excerpt from one of Nehru's most famous works, Discovery of India. Nehru, as you all know, was India's first Prime Minister. He was a brilliant orator, a great writer, and of course, a very efficient and eminent politician. Nehru was deeply involved in India's independence struggle, and of course, he is one of the most celebrated figures in Indian history. And this great man is talking about Mahatma Gandhi's arrival to India into the Indian independence struggle. Gandhi was returning from South Africa, where he was working as a lawyer. And in South Africa, Gandhi had experienced firsthand the iniquities of British imperialism. So he came to India armed with his twin principles of non-violence and satyagraha and changed the scene of Indian independence struggle forever. In this short chapter, Nehru is recapping the history of Indian independence struggle and especially focusing on the arrival of Gandhi into India's independence struggle, and he explains how Gandhi changed the whole political landscape of India after his arrival. So let's move on to the lesson. And Then Gandhi Came by Jawaharlal Nehru. World War I ended at last. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയം 1918 ഒന്നാം ലോകമഹായുദ്ധം കഴിയുന്നത്. And the peace, instead of bringing us relief and progress, യുദ്ധം കഴിഞ്ഞുള്ള സമാധാനത്തിന് പകരം റിപ്രസീവ് ലെജിസ്ലേഷൻ, അടിച്ചമർത്തുന്ന നിയമങ്ങളും മാർഷൽ ലോ, പട്ടാള ഭരണമൊക്കെയാണ് പഞ്ചാബിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് പാഷനേറ്റ് ആങ്കർ ഫിൽഡ് അവർ പീപ്പിൾ. ഒരു കൈപ്പേറിയ അനുഭവമാണ് ഇന്ത്യക്കാരെ കാത്തിരുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ, നാണക്കേട്, പാഷനേറ്റ് ആങ്കർ, അതിവൈകാരികമായ ജനരോഷവും ഒക്കെ ഇന്ത്യൻ ഹൃദയങ്ങളിൽ ആളിക്കത്തി. വി ഹാഡ് ബിക്കം എ ഡെറലിക്റ്റ് നേഷൻ. ഇന്ത്യ ഒരു അവഗണിക്കപ്പെട്ട രാജ്യമായി മാറിയിരുന്നു. യെറ്റ് വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? നിസ്സഹായരായിരുന്നു ഇന്ത്യക്കാർ. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പൈശാചികമായ വീഷ്യസായ പ്രോസസ്സിനെതിരെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ നിന്നിരുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു ഇന്ത്യക്കാരെന്ന്. വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ. സർവശക്തനായ ഒരു മോൺസ്റ്റർ, ഒരു ഭീകരസത്വത്തിൻ്റെ കരവലയത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെ ഇന്ത്യക്കാർ നിസ്സഹായരായി നോക്കി നിന്നു. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്. നമ്മുടെ കൈകാലുകൾ മരവിച്ചു പോയിരുന്നു. അവർ മൈൻഡ്സ് ഡെഡൻഡ്. മനസ്സൊക്കെ മൃതപ്രായമായിരുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ cut off from the land and incapable of any kind of manual or technical work. മാനുവലോ ടെക്നിക്കലോ ആയ, കായികമോ അല്ലെങ്കിൽ സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ളതോ ആയ ഒരു ജോലിയും ലഭിക്കാതെ ഇന്ത്യക്കാർ, ലാർജ് നമ്പേഴ്സ് ഓഫ് ഇന്ത്യൻസ് were left unemployed, joined the swelling army of the unemployed and helpless, hopeless, sank ever deeper into the morass. They sank ever deeper into the morass. ഈ ചെളിക്കുണ്ടിലേക്ക്, അതായത് പ്രത്യാശകളില്ലാത്ത ഒരു വലിയ ദുർഘടസന്ധിയിലേക്ക് ഇന്ത്യൻ ജീവിതം മുങ്ങിത്താന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും. ദേ ഡിഡ് നോട്ട് നോ വെയർ ടു ലുക്ക്. പ്രതീക്ഷയ്ക്ക് വേണ്ടി എങ്ങോട്ട് നോക്കണം, ഒരു സഹായഹസ്തവുമായി ആര് വരും എന്നറിയാതെ, എങ്ങോട്ട് നോക്കണം എന്നറിയാതെ നിസ്സഹായരായി നോക്കി നിന്നുപോയ ഒരു കാലഘട്ടം, ഒരു ചരിത്രത്തിൻ്റെ ദശാസന്ധി. ഫോർ നെയ്തർ ദ ഓൾഡ് നോ ദ ന്യൂ ഓഫർഡ് ദം എനി ഹോപ്പ്. പഴയ മൂല്യങ്ങളും പുതിയ മൂല്യങ്ങളും ഒന്നും പ്രതീക്ഷ നൽകാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യം. വാട്ട് കുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡെഫീറ്റിസം? പരാജയബോധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഈ ക്വാഗ്മയർ, ഈ ചെളിക്കുണ്ടിൽ നിന്ന് ഇന്ത്യയെ ആര് കരകയറ്റും? നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആഗണി ആൻഡ് സസ്പെൻസ്. കുറച്ച് വർഷങ്ങൾ മാത്രമല്ല, ഈ യുദ്ധകാലഘട്ടത്തിലെ കുറച്ച് നാളത്തെ ആഗണി ആൻഡ് സസ്പെൻസ്, ദുരിതവും അനിശ്ചിതത്വവും മാത്രമല്ല, ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്, എത്രയോ തലമുറകളായി അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. ഇന്ത്യൻ ജനത ഈ രാജ്യത്തിന് വേണ്ടി, ഈ മണ്ണിന് വേണ്ടി അവരുടെ ബ്ലഡ് ആൻഡ് ടോയിൽ, അവരുടെ രക്തവും അവരുടെ കഠിനാധ്വാനവും
ടീയേഴ്സ് ആൻഡ് സ്വെറ്റ്, കണ്ണുനീരും വിയർപ്പും ഒഴുക്കുകയാണ് ഈ മണ്ണിൽ. ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും ആഴ്ന്നിറങ്ങിയ ഒരു മുറിവായി വിദേശ ഭരണവും ഈ ലോകമഹായുദ്ധവും ഒക്കെ മാറിക്കഴിഞ്ഞിരുന്നു. പോയ്സണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ ഓരോ ആസ്പെക്റ്റിനെയും പോയ്സൺ ചെയ്തുകൊണ്ട്, വിഷലിപ്തമാക്കിക്കൊണ്ട് ഈ വിദേശ ഭരണം ഇന്ത്യൻ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച് കഴിഞ്ഞിരുന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാണ് ഭാരതത്തിലേക്ക് ഗാന്ധിജി മടങ്ങി വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. പുതുശ്വാസത്തിൻ്റെ ഒരു പ്രവാഹം പോലെ. 3 ഉദാഹരണങ്ങളാണ്, 3 സിമിലികളാണ് നെഹ്റു യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. പുതുശ്വാസത്തിൻ്റെ ഒരു പ്രവാഹം പോലെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ദാറ്റ് മെയ്ഡ് us സ്ട്രെച്ച് ourselves ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രെത്ത്. എത്രയോ നാളുകളായി ശ്വാസം പോലും കിട്ടാതിരുന്ന ഒരു ജനതയ്ക്ക് പുതുശ്വാസം നൽകിക്കൊണ്ട്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. ഒരു പ്രകാശകിരണം പോലെ കടന്നു വന്നു. നമ്മുടെ കണ്ണിലെ അന്ധതയെ മാറ്റിക്കൊണ്ട്, നമ്മുടെ ഉള്ളിൽ അറിവിൻ്റെ വെളിച്ചം തന്നുകൊണ്ട് ഗാന്ധിജി കടന്നു വന്നു. ലൈക്ക് എ വേൾഡ് വിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. പഴയ വിശ്വാസങ്ങളുടെ, ഇന്ത്യയിലൊക്കെ രൂഢമൂലമായി തീർന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ വൻമരങ്ങളെ കടപുഴകിയെറിയുന്ന ഒരു വലിയ വേൾഡ് വിൻഡായി, ഒരു ചുഴലിക്കാറ്റായി ഗാന്ധിജി എന്ന ആശയം ഇന്ത്യയിൽ പടർന്നു പിടിച്ചു. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഗാന്ധിജി മാറ്റിമറിച്ചത് ഇന്ത്യക്കാരുടെ ചിന്തകളെയായിരുന്നു. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഒരു മഹാപുരുഷനായിട്ടൊന്നുമല്ല ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. ഹി സീം ടു എമേർജ്ഡ് ഫ്രം മില്യൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ദരിദ്രരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വന്നതുപോലെ, സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, അവരുടെ ഭാഷ സംസാരിച്ചുകൊണ്ട്, അവരുടെ രോഗങ്ങളുടെ, ദുരിതങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, ഉച്ചനീചത്വങ്ങളുടെയൊക്കെ ഭാഷ സംസാരിച്ചുകൊണ്ട് ഗാന്ധിജി ഒരു സാധാരണക്കാരനായി സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു. ഗെറ്റ് ഓഫ് ദി ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, ഹി ടോൾഡ് us. ഗാന്ധിജി ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപന്തിയിലുള്ളവരോട് ആദ്യം പറഞ്ഞത് ഇതാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ പെസൻസും വർക്കേഴ്സുമായ കർഷക തൊഴിലാളികളും സാധാരണ തൊഴിലാളികളുമൊക്കെ ആയ ഇന്ത്യക്കാരുടെ ചുമലുകളിൽ നിന്ന് ഈ ഭാരമെടുത്ത് മാറ്റുക. ഓൾ ഓഫ് യു ഹു ലിവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. ഇന്ത്യൻ രാഷ്ട്രീയം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുജന സമരങ്ങളെല്ലാം നിലനിന്നിരുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ചും അല്ലേ ഈ സമൂഹത്തിൻ്റെ ഭാരങ്ങളെല്ലാം വഹിപ്പിച്ചുമായിരുന്നു. ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ഈ യാതനയും ഈ ദാരിദ്ര്യവുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽപ്പുണ്ട്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ, ഒരുപാട് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ ആദ്യം നമുക്ക് നിവർത്തിച്ചെടുക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ ആഹ്വാനം ഇതായിരുന്നു. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. അന്നു മുതലാണ് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഫ്രീഡം എന്നാൽ എന്താണ്, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം എന്നാൽ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് എന്ന ആശയത്തിന് ഒരു പുതിയ ഷേപ്പ് ആൻഡ് കണ്ടന്റ്, ഒരു പുതിയ രൂപവും ഒരു പുതിയ ഉള്ളടക്കവും ഒരു പുതിയ ഘടനയും ഒക്കെ ഗാന്ധിജി നൽകി. അതായത് സ്വാതന്ത്ര്യം എന്ന ആശയത്തെ തന്നെ ഗാന്ധിജി പുനർനിർവചിച്ചു. സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്നല്ല, സ്വാതന്ത്ര്യം നമ്മുടെ തന്നെ നീചമായ സിസ്റ്റങ്ങളിൽ നിന്നാണ്, നമ്മുടെ ഇന്ത്യൻ അനാചാരങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ രൂഢമൂലമായിരുന്ന ഒരുപാട് സാമൂഹിക അസമത്വങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾക്ക് ആദ്യം നിവർത്തിച്ചെടുക്കേണ്ടത് എന്ന് ഗാന്ധിജി ആദ്യം തന്നെ ആഹ്വാനം ചെയ്തു. മച്ച് ദാറ്റ് ഹി സെഡ് വി ഓൺലി പാർഷ്യലി അക്സെപ്റ്റഡ്. വളരെ സത്യസന്ധതയോടെ നെഹ്റു തന്നെ സമ്മതിക്കുകയാണ്. മച്ച് ദാറ്റ് ഗാന്ധി സെഡ് വി ഓൺലി പാർഷ്യലി അക്സെപ്റ്റഡ്. ഗാന്ധിജി പറഞ്ഞ ഒരുപാട് ആശയങ്ങളും നമ്മൾ പകുതി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഓർ സംടൈംസ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് അറ്റ് ഓൾ. പലതും നമ്മൾ സ്വീകരിച്ചിട്ടേയില്ല. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. പക്ഷേ ഇതിനപ്പുറം ഒരു സത്യമുണ്ട്. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. നിർഭയത്വവും സത്യസന്ധതയുമായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങളുടെ സത്ത, കാതൽ. ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്. എപ്പോഴും അദ്ദേഹം വിഭാവന ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ആക്ഷനും സത്യസന്ധതയിലും നിർഭയത്വത്തിലും ഊന്നിയുള്ളതായിരുന്നു. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അദ്ദേഹം എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിരുന്നത് ജനക്ഷേമത്തിനാണ്.
ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമം. The greatest gift for an individual or a nation, so we had been told in our ancient books, was Abhaya. ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മൂല്യവത്തായ സമ്പത്ത് അഭയമാണ്. ഭയമില്ലാത്ത അവസ്ഥ, ഫിയർലെസ്നെസ്. നോട്ട് മിയർലി ബോഡിലി കറേജ്, അത് ശാരീരികമായ കായികമായ ധൈര്യമല്ല, ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, മനസ്സിൽ നിന്നും പൂർണ്ണമായ ഭയത്തിൻ്റെ പൂർണ്ണമായ ആബ്സെൻസ്. ദ ഡോമിനൻ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. ഭയമായിരുന്നു ബ്രിട്ടീഷുകാരോടുള്ള പ്രാഥമികമായ ഇന്ത്യക്കാരുടെ വികാരം. പെർവേസീവ്, ഒപ്രസിങ്, സ്ട്രാംഗ്ലിംഗ് ഫിയർ. പെർവേസീവായ, സർവ്വവ്യാപിയായ, ഒപ്രസിങ്, അടിച്ചമർത്തുന്ന, സ്ട്രാംഗ്ലിംഗ്, കഴുത്ത് ഞെരിക്കുന്ന ഭയം. ഫിയർ ഓഫ് ദ ആർമി, പട്ടാളത്തെ ഭയം. ദ പോലീസ്, ദ വൈറ്റ് ബ്രെഡ് സീക്രട്ട് സർവീസ്, രഹസ്യ പോലീസിന് ഭയം. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഭരണവർഗത്തെ ഭയം. ഫിയർ ഓഫ് ലോസ് മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, നമ്മളെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾക്കെതിരെയുള്ള ഭയം. പ്രിസൺ, ജയിലിന് ഭയം. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ജന്മിയെ ഭയം, ജന്മിയുടെ ഏജൻറ്റിനെ, ജന്മിയുടെ കിങ്കരന്മാരെ ഭയം. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പലിശയ്ക്ക് കടം തന്നവനെ ഭയം. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, തൊഴിലില്ലായ്മയും പട്ടിണിയും ഭയം. ഇങ്ങനെ ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അന്ന് ഭാരതീയൻ ജീവിച്ചിരുന്നത്. ഇറ്റ് വാസ് എഗൻസ്റ്റ് ദിസ് ഓൾ പെർവേഡിങ് ഫിയർ ദാറ്റ് ഗാന്ധിസ് ക്വൈറ്റ് ആൻഡ് ഡെറ്റർമിൻഡ് വോയിസ് വാസ് റേസ്ഡ്. ഈ ഓൾ പെർവേഡിംഗ് ആയ, സർവ്വവ്യാപിയായ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും സമസ്ത മേഖലകളിലും പടർന്ന് പന്തലിച്ച ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ടാണ് ഗാന്ധിജിയുടെ ശാന്തമായ ശബ്ദം അന്നുയർന്നത്. ബി നോട്ട് അഫ്രെയ്ഡ്, ആരും ഭയക്കരുത്. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്? ഇത്ര ലളിതമായിരുന്നു ഒരു ജനതയുടെ ഭയത്തിനെതിരെയുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം? നോട്ട് ക്വൈറ്റ്, അതങ്ങനെ ആയിരുന്നില്ല. ആൻഡ് യെറ്റ് ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻറ്റംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. ഭയത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഭയം യാഥാർത്ഥ്യത്തെക്കാളും വലിയ പ്രതിബന്ധങ്ങളെ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കും. ഒരു കയറ് കാണുമ്പോൾ പാമ്പാണെന്ന് തോന്നുന്നത് പോലെ ഭയന്നുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻറ്റംസ്. ഭയമാണ് പ്രേതങ്ങളെ സൃഷ്ടിക്കുന്നത്, ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്. അത് റിയാലിറ്റിയേക്കാളും ഫിയർസമാണ്, ഭയപ്പെടുത്തുന്നതാണ്. ആൻഡ് റിയാലിറ്റി വെൻ കാംലി അനലൈസ്ഡ്, എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് കാമായി, ശാന്തമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി അക്സെപ്റ്റഡ്, അതിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളെയും, ഒരു ഭയമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ എല്ലാ പരിണിത ഫലങ്ങളെയും വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്താൽ, നിങ്ങൾ മനസ്സാ സ്വീകരിച്ചാൽ, ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ, ആ ഭയത്തിൻ്റെ മുനയൊടിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ ഭയത്തെ ഓവർകം ചെയ്യുന്നതെന്ന് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചു. So suddenly, as it were, that black pall of fear was lifted from the people's shoulders. പെട്ടെന്ന് ഗാന്ധിജിയുടെ വരവോടുകൂടി ഭയം എന്ന കർട്ടൻ, പോൾ എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നാണ്, ഭയം എന്ന മറ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്നും മാറ്റപ്പെട്ടു. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, പൂർണ്ണമായും ഭയത്തിൻ്റെ ആ മറവ് ഇന്ത്യക്കാരുടെ കൺമുന്നിൽ നിന്നും മാറ്റിക്കളഞ്ഞു എന്ന് നെഹ്റു പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ ബട്ട് ടു എൻ അമേസിങ് ഡിഗ്രി, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അളവിലേക്ക് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യക്കാരുടെ ഭയത്തെ ലഘൂകരിച്ചു. ആസ് ഫിയർ ഇസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, ഫിയറും ഫാൾസ്ഹുഡും, ഭയവും കള്ളത്തരങ്ങളും, ഭയവും അസത്യവും സുഹൃത്തുക്കളാണ്. ഭയമുള്ളിടത്താണ് അസത്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഭയന്നാണ് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നത്. സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. അതിനുള്ള ഒരു വളരെ ലളിതമായ സൊല്യൂഷനാണ് ഗാന്ധി പറഞ്ഞത്. ട്രൂത്ത്, സത്യത്തെ പിൻപറ്റുക, നിങ്ങൾ ഫിയർലെസ് ആവും. ഇതായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനം. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വെയർ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേട്ട് പെട്ടെന്ന് ഇന്ത്യക്കാർ ട്രൂത്ത്ഫുള്ളായി എന്നല്ല നെഹ്റു അവകാശപ്പെടുന്നത്. നോട്ട് ഡിഡ് ദേ ചേഞ്ച് ദെയർ എസെൻഷ്യൽ നേച്ചർ ഓവർ നൈറ്റ്. ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യക്കാരുടെ അടിസ്ഥാന സ്വഭാവം മാറ്റിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നില്ല. നെവർദലെസ്, എന്നിരുന്നാലും എ സീ ചേഞ്ച് വാസ് വിസിബിൾ. ഒരു വലിയ മാറ്റം ഇന്ത്യൻ സമൂഹത്തിൽ കാണപ്പെട്ടു. ദ നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫേർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. അസത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും നിഗൂഢമായ പ്രവൃത്തികൾ ചെയ്യുവാനും ഉള്ള പ്രവണത ഇന്ത്യൻ സമൂഹത്തിൽ കുറഞ്ഞു വന്നു. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. വലിയ മനഃശാസ്ത്രപരമായൊരു മാറ്റമാണ് ഇന്ത്യയിൽ അന്ന് കാണപ്പെട്ടത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സിൽ മനസ്സിനെ അപഗ്രഥനം ചെയ്യുന്ന
വിദ്യകളിൽ പ്രാവീണ്യം നേടിയ ഒരു സൈക്കോ അനലിസ്റ്റ്, ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ, പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്, ഒരു മനോരോഗിയുടെ ഭൂതകാലത്തിലേക്ക് ആഴ്ന്നിറങ്ങി, ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്, അവൻ്റെ പ്രശ്നങ്ങളുടെ സങ്കീർണമായ അവൻ്റെ മനോവ്യാപാരങ്ങളുടെ അവൻ്റെ മാനസിക ദൗർബല്യങ്ങളുടെയൊക്കെ ഉറവിടം കണ്ടെത്താൻ അവൻ്റെ പാസ്റ്റിലേക്ക്, അവൻ്റെ ഭൂതകാലത്തിലേക്ക് ഊളിയിട്ടിറങ്ങിച്ചെന്ന് അതൊക്കെ കണ്ടെത്തുന്ന ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ഹി എക്സ്പോസ് ദം ടു ഹിസ് വ്യൂ. ആ രോഗിയുടെ മുന്നിൽ തന്നെ അവൻ്റെ പ്രശ്നങ്ങളെ തുറന്നു കാണിച്ച് ആൻഡ് ദസ് റിഡ് ഓഫ് ദാറ്റ് ബേർഡൻ, ആ പ്രശ്നങ്ങളുടെ ഭാരം അവനിൽ നിന്നും എന്നേക്കുമായി എടുത്തു മാറ്റുന്നത് പോലെ ഒരു മനഃശാസ്ത്രജ്ഞൻ രോഗിയോട് തന്നെ ചോദിച്ച് അവൻ്റെ പ്രശ്നങ്ങളുടെ ചുരുളുകൾ അഴിച്ചു കൊടുത്ത് ആ പ്രശ്നങ്ങളിൽ നിന്നും ആ രോഗിയെ മുക്തനാക്കുന്നത് പോലെ ഗാന്ധിജി ഇന്ത്യൻ മനസാക്ഷിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിച്ചെന്ന് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ അവർക്ക് തന്നെ പറഞ്ഞു കൊടുത്ത ഒരു സൈക്കോ അനലിറ്റിക്കൽ എക്സ്പേർട്ടായിരുന്നു സത്യത്തിൽ ഗാന്ധിജി. ദർ വാസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇന്ത്യക്കാരുടെ ഗാന്ധിജി ഈ സീനിലേക്ക് വന്നതിന് ശേഷം. എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു എൻ ഏലിയൻ റൂൾ. തുടരെയുള്ള വിദേശ ഭരണങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ ഇന്ത്യൻ ജനതയുടെ ഹ്യൂമിലിയേഷൻ, നാണക്കേട്, ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്. എത്രയോ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജനത ഫേസ് ചെയ്തിരുന്ന ഒരു വലിയ പ്രശ്നമാണ് വിദേശ ഭരണം. എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ. അതിൽ നിന്നും ഉണ്ടായി വന്ന ഗാന്ധിജിയുടെ ഇടപെടലുകളിലൂടെ ഉണ്ടായി വന്ന ഒരു ആഗ്രഹമാണ് എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ. ഇനിയും അങ്ങനെ ഒരു വിദേശ ഭരണത്തിന് മുന്നിൽ അടിയറവ് പറയാൻ തങ്ങൾക്കാവില്ല എന്ന ഉറച്ച വിശ്വാസം ഇന്ത്യക്കാരിൽ ഉണ്ടാക്കി കൊടുത്തത് ഗാന്ധിജിയുടെ ഈ ഇടപെടലുകളായിരുന്നു. സത്യത്തിൽ വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, അതിൻ്റെ പരിണതഫലങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ജീവൻ തന്നെ കൊടുത്ത് പോരാടേണ്ടി വന്നാലും ഇനിയും ഒരു വിദേശ ഭരണത്തിന് തങ്ങൾ അടിയറവ് പറയില്ല എന്ന ഉറച്ച ഒരു വിശ്വാസം. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി എന്ന് പറഞ്ഞ്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, എന്ന് പറഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് ട്രൂത്ത്ഫുള്ളായി ഇന്ത്യക്കാർ എന്നൊന്നും നെഹ്റു അവകാശപ്പെടുന്നില്ല. ബട്ട് ഗാന്ധി വാസ് ഓൾവേസ് ദെയർ ആസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സത്യത്തിൻ്റെ ഒരു പ്രതീകമായി ഗാന്ധിജി ഇന്ത്യൻ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത്. പലപ്പോഴും നമ്മളുടെ തന്നെ പ്രവൃത്തികളിലെ അപര്യാപ്തകളും കള്ളത്തരങ്ങളും നമുക്ക് തന്നെ വെളിവാക്കി തന്നുകൊണ്ട് ഗാന്ധിജി സത്യത്തിൻ്റെ ഒരു എറ്റേണൽ സിമ്പലായി എന്നെന്നും നിലനിൽക്കുന്ന ഒരു പ്രതീകമായി ഗാന്ധിജി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു. വാട്ട് ഇസ് ട്രൂത്ത്? എന്താണ് സത്യം? ഐ ഡു നോട്ട് നോ ഫോർ സർട്ടൺ. നെഹ്റു തന്നെ സമ്മതിക്കുകയാണ്, എനിക്കറിയില്ല സത്യത്തിൽ എന്താണ് ആത്യന്തികമായ സത്യമെന്ന്. ആൻഡ് പെർഹാപ്സ് ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. ഒരുപക്ഷെ സത്യം ആപേക്ഷികമാണ്, എൻ്റെ സത്യമായിരിക്കില്ല മറ്റൊരാളുടെ സത്യം. ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബിയോണ്ട് അസ്. ആത്യന്തികമായ സത്യം എന്നുള്ളത് നമുക്കൊരു പക്ഷേ എത്തിപ്പിടിക്കാനാകാത്തതാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച്. ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബിയോണ്ട് അസ്. സത്യം ആപേക്ഷികമാണ്, ആത്യന്തികമായ സത്യം എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് അപ്രാപ്യവുമാണ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. പല വ്യക്തികൾ സത്യത്തെ, ആത്യന്തികമായ സത്യം എന്താണ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഓരോ പ്രശ്നത്തിൻ്റെയും മൂലകാരണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പലർക്കും പലതാണ്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളെ രൂപീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, അവൻ വരുന്ന ചുറ്റുപാടുകൾ, വളർന്നു വന്ന സാഹചര്യങ്ങൾ, ട്രെയിനിങ്, അവനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഇമ്പൾസസ്, അവൻ്റെ ഉള്ളിലെ പ്രചോദനങ്ങൾ. അപ്പോൾ ഈ 3 എലിമെൻസും ചേർന്നാണ് സത്യത്തിൽ ഓരോ വ്യക്തിത്വവും സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ സമൂഹത്തിൽ. ഒരാളുടെ സാഹചര്യം, ജനിച്ചു വളർന്ന സാഹചര്യം, അവൻ്റെ ട്രെയിനിങ്, അവന് ലഭിച്ച വിദ്യാഭ്യാസം, അവൻ്റെ വായനയിലൂടെയൊക്കെ അവന് ലഭിക്കുന്ന അറിവുകൾ, ആൻഡ് ഹിസ് ഇമ്പൾസസ്, ഒരു വ്യക്തിയുടെ ജീനുകളിൽ ഒരുപക്ഷെ ജനിതക ഘടനയിലൊക്കെ ഉൾച്ചേർന്നിരിക്കുന്ന അവൻ്റെ ഉള്ളിലെ പ്രചോദനങ്ങൾ. സോ ഓൾസോ ഗാന്ധിയും അങ്ങനെ തന്നെയാണ്. ബട്ട് ട്രൂത്ത് ഇസ്, അറ്റ്ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ, വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അത് ഒരു മനുഷ്യൻ്റെ സത്യമെന്ന ആശയം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഒരു തോന്നലാണ്. ദാറ്റ് വി ഫീൽ ഇറ്റ് ടു ബി ട്രൂ. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ സത്യത്തെയും ശരിതെറ്റുകളെയും തിരിച്ചറിയുന്നത്. ഒരു ഫീലിങ്ങിലൂടെയാണ്, ഒരു ഗട്ട് ഫീലിങ്ങിലൂടെയാണ്.
ഐ ഡോ നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് എസ് ഗാന്ധി ഡസ്. സത്യത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ഡിബേറ്റുകൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. ഗാന്ധിജിയുടെ ഇടപെടൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശരിക്കും നൽകിയ സംഭാവന എന്താണ്, ഒരുപക്ഷെ നോൺ വയലൻറ്റ് സ്ട്രഗിളിലൂടെ അല്ലാതെ ഒരു ആംഡ് റെബല്യനിലൂടെ ഇന്ത്യക്ക് കുറച്ചുകൂടി നേരത്തെ സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഹിൻഡ് ചെയ്തുകൊണ്ടാണ് കുറച്ചൊക്കെ ഒരു ആത്മവിമർശനപരമായി നെഹ്റു നടത്തുന്ന ഒരു ഒബ്സർവേഷനാണ് ഈ പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞ പല കാര്യങ്ങളും ആത്യന്തിക സത്യമാണോ എന്ന് ചോദിച്ചാൽ നെഹ്റുവിന് അറിയില്ല. എന്നാൽ ഗാന്ധിജിയെ പോലെ സത്യത്തെ ഇത്രയും മുറുകെ പിടിച്ച, താൻ വിശ്വസിച്ച സത്യത്തെ ഇത്രയും മുറുകെ പിടിച്ച മറ്റൊരു വ്യക്തിയെ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അത് അപകടകരമായ ഒരു ഗുണമാണ്, എപ്പോഴും സത്യം മാത്രം പറയുക എന്നുള്ളത്. ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്. ഗാന്ധിജി എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു. ആൻഡ് ഈവൻ ലെറ്റ്സ് എ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. ഇന്ത്യൻ രാഷ്ട്രീയം അന്നൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന വളരെ കോംപ്ലക്സ് ആയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള നമ്മുടെ സമരമാർഗങ്ങൾ, നമ്മൾ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ സ്ട്രാറ്റജികൾ, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള വലിയ വലിയ ചോദ്യങ്ങൾ, ഡിബേറ്റുകളൊക്കെ നടക്കുമ്പോൾ ഗാന്ധിജി എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്തു തന്നെയായിരുന്നാലും തൻ്റെ സ്വന്തം അഭിപ്രായത്തെ, താൻ മുമ്പ് പറഞ്ഞ ഒരു അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായമെങ്കിലും അതും തുറന്നു പറയാനുള്ള അസാധാരണമായൊരു സത്യസന്ധത ഗാന്ധിജി പുലർത്തിയിരുന്നു. അതുതന്നെയാണ് ഗാന്ധിജിയെ ഇന്ത്യക്കാർക്കും ലോകത്തിനും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്ത ഒരു സത്യസന്ധത. ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തത്, പ്രചോദനം നൽകിയത് പല വിധത്തിലാണ്. ഇൻ വേരിയിങ് ഡിഗ്രീസ്, പല അളവിലാണ്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്. ചില ആളുകൾ, ഗാന്ധിയുടെ ചില അനുയായികൾ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഘടന തന്നെ മാറ്റിമറിച്ചു. പരിപൂർണരായ ഗാന്ധിയന്മാരാകാൻ ശ്രമിച്ചവർ. അതേഴ്സ് വെർ ഓൺലി പാർഷ്യലി എഫക്റ്റഡ്. കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഗാന്ധിജിയുടെ ആശയങ്ങൾ പിൻപറ്റിയ ആളുകൾ. ഓർ ദി എഫക്റ്റ് വോർ ഓഫ്. ചില ആളുകളിൽ ഈ സ്വാധീനം കാലക്രമേണ ഇല്ലാതെയായി. ആൻഡ് യെറ്റ് നോട്ട് ക്വയറ്റ്. എങ്കിലും പൂർണ്ണമായും അത് നഷ്ടപ്പെട്ടില്ല. കാരണം സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്. ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൻ്റെ ചില ഘടകങ്ങൾ ഇന്ത്യൻ മനസ്സുകളിൽ നിന്നും ഒരിക്കലും മായാതെ ആഴത്തിൽ വേരോടി കഴിഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി. ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഗാന്ധിജിയുടെ ആശയങ്ങളോടും ഗാന്ധിജിയുടെ സമീപനങ്ങളോടും പ്രതികരിച്ചത്. ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ആത്യന്തികമായി ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് എന്ന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളോട് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരുന്നു പറയാനുള്ളത്. കാരണം അത്ര വ്യത്യസ്തമായ രീതികളിലാണ് ഗാന്ധിജി ഇന്ത്യൻ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഇവിടെ നെഹ്റു ഉദ്ദേശിക്കുന്നത് കാലദേശങ്ങൾക്കും ഭാഷകൾക്കും ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും അതീതമായി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്ത്യൻ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള അദ്വിതീയവും അന്യാദൃശ്യവുമായ എന്തോ ഒരു ശക്തി ഗാന്ധിജിക്കുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി. ഗാന്ധിജിയുടെ ആഹ്വാനങ്ങളോടും ഗാന്ധിജിയുടെ ആശയങ്ങളോടും പലരും പ്രതികരിച്ചത് പല വിധത്തിലാണ്. ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഗാന്ധിജി നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയത് എന്ന ചോദ്യത്തിന് ഓരോ ഇന്ത്യക്കാരനും പറയാനുണ്ടാവും വ്യത്യസ്തമായ ഓരോ ഉത്തരങ്ങൾ. അത്ര വ്യത്യസ്തമായിട്ടായിരുന്നു കാല, ദേശ, വർണ്ണവർഗ, ഭാഷാ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി, മതത്തിനതീതമായി ഒക്കെ ഗാന്ധിജി ഇന്ത്യൻ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അങ്ങനെയായിരുന്നു. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം രണ്ട് വിധത്തിലായിരുന്നു. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. വിദേശ ഭരണത്തെ വെല്ലുവിളിച്ച് റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. ദർ വാസ് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് us ടു ഫൈറ്റ് അഗൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരോടി കഴിഞ്ഞിരുന്ന ഒരുപാട് സാമൂഹികമായ അനീതികൾക്കെതിരെയുള്ള പോരാട്ടം. ഇത് രണ്ടുമായിരുന്നു ഗാന്ധിജിയുടെ രണ്ട് ആഹ്വാനങ്ങൾ. ഒന്ന്, വിദേശ ഭരണത്തെ ചെറുത്തു തോൽപ്പിക്കുക. രണ്ട്, ഇന്ത്യയുടെ തന്നെ അനീതികൾക്കെതിരെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ തന്നെ അനീതികൾക്കെതിരെ പോരാടുക. അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ്, ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഥമ ലക്ഷ്യം. അതുകൂടാതെ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് പീസ്ഫുൾ ആക്ഷനാണ്, സമാധാനപരമായ പോരാട്ടം. ദ പ്രിൻസിപ്പൽ പ്ലാൻസ് ഓഫ് ദ കോൺഗ്രസ് വേർ നാഷണൽ യൂണിറ്റി. കോൺഗ്രസിൻ്റെ പ്രഥമ ലക്ഷ്യം തന്നെ നാഷണൽ യൂണിറ്റിയാണ്, ദേശീയ ഐക്യം. പല പല
സംസ്ഥാനങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും വേഷവിധാനങ്ങളും ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്ന ഇന്ത്യ എന്ന വലിയൊരു ദേശത്തെ ഒരുമിച്ച് കൊണ്ടുവരിക, അതായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് മുന്നിൽ കോൺഗ്രസിനുണ്ടായിരുന്ന 3 തടസ്സങ്ങളാണ് അദ്ദേഹം ഇനി പറയുന്നത്. ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ്, മൈനോറിറ്റികളുടെ, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ ഭാഷാപരമായും മതപരവുമൊക്കെയായ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ. ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അടിച്ചമർത്തപ്പെട്ട അധകൃത വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന ശാപം എങ്ങനെ ഇന്ത്യയിൽ അവസാനിപ്പിക്കാം, ജാതി സമ്പ്രദായമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് 3 കോൺഗ്രസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ. റിയലൈസിങ് ദാറ്റ് ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂളിൻ്റെ, ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഉപകരണങ്ങൾ ഇതൊക്കെയായിരുന്നു. വേർ ഫിയർ, പ്രസ്റ്റീജ്, ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ. അതായത് ഒന്ന് ഭയം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണമുറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളിലൊന്നാണ് ഭയം, ഭയപ്പെടുത്തി ഭരിക്കുക. പ്രസ്റ്റീജ്, തങ്ങളെ ഭരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് എന്ന ദുരഭിമാനം. ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, ഒരുപാട് ആളുകൾ ബ്രിട്ടീഷ് ഭരണത്തിനോട് സഹകരിച്ചിരുന്നു സത്യത്തിൽ. ആൻഡ് സർട്ടൻ ക്ലാസസ്, ഒരു പ്രത്യേക വർഗം ആളുകൾ, ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ, വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ഭരണം ആവശ്യമായിരുന്ന ചില ആളുകൾ, കച്ചവടക്കാരെ പോലുള്ളവർ. ഈ 4 ഉപകരണങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ പ്രധാനമായും ഇന്ത്യയിൽ ഭരണം നിലനിർത്താൻ ഉപയോഗിച്ചിരുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ട്, അതിൽ റിയലൈസ് ചെയ്തിട്ട് ഗാന്ധി അറ്റാക്ട് ദോസ് ഫൗണ്ടേഷൻസ്. ഈ അടിസ്ഥാനങ്ങളെയാണ് ഗാന്ധിജി ആദ്യം അറ്റാക്ക് ചെയ്തത്, തകർക്കാൻ ശ്രമിച്ചത്. ടൈറ്റിൽസ് വെയർ ടു ബി ഗിവൺ അപ്പ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പേരിൽ, ബ്രിട്ടീഷ് രാജാവിൻ്റെ പേരിൽ കൊടുത്തിരുന്ന സ്ഥാനപ്പേരുകൾ എല്ലാം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദിസ് ഇൻ സ്മോൾ മെഷർ, വളരെ കുറച്ച് ടൈറ്റിൽ ഹോൾഡേഴ്സ് മാത്രമേ ഇതിനോട് പ്രതികരിച്ച് അവരുടെ സ്ഥാനപ്പേരുകൾ ഒക്കെ ഉപേക്ഷിച്ചുള്ളൂവെങ്കിലും ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദിസ് ബ്രിട്ടീഷ് ഗിവൺ ടൈറ്റിൽസ് ഡിസപ്പിയർഡ്. ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന ഈ സ്ഥാനവും പദവിക്കുമൊക്കെ നമ്മൾ ഇന്ത്യക്കാർ കൊടുത്തിരുന്ന അമിതമായ ബഹുമാനം അത് അപ്രത്യക്ഷമായി തുടങ്ങി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റപ്പ്, പുതിയ അളവുകോലുകളും പുതിയ മൂല്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങി. ആൻഡ് ദ പോംപ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ വൈസ്റീഗൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റിഡിക്കുലസ്. അങ്ങനെയാണ് ഗാന്ധിജിയെപ്പോലുള്ളൊരു ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായപ്പോഴാണ് ഇന്ത്യയിലെ വൈസ്രോയ്മാരുടെയും രാജാക്കന്മാരുടെയൊക്കെ സദസ്സുകളിലെ ആർഭാടവും ആഡംബരവുമൊക്കെ സുപ്രീംലി റിഡിക്കുലസായി, അപഹാസ്യകരമായി ആളുകൾക്ക് തോന്നി തുടങ്ങിയത്. ഇത്രയും ജനപ്രീതിയുള്ള ഗാന്ധിയെപ്പോലുള്ളൊരു നേതാവിൻ്റെ ലാളിത്യത്തിന് മുന്നിൽ രാജാക്കന്മാരും വൈസ്രോയ്മാരും ഒക്കെ കാണിച്ചിരുന്ന ആർഭാടവും ആഡംബരവുമൊക്കെ ആളുകൾക്ക് മടുത്തു തുടങ്ങി. റിച്ച് മെൻ വെയർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ്. അവരുടെ സമ്പന്നത പ്രദർശിപ്പിക്കാനുള്ള സമ്പന്നരുടെ ആവേശമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഔട്ട്വേർഡ്ലി അറ്റ്ലീസ്റ്റ്, പുറമേയെങ്കിലും. മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിമ്പിൾ വേസ്, കുറേയൊക്കെ ലളിത ജീവിതം നയിക്കാൻ അവരും തുടങ്ങി. ആൻഡ് ഇൻ ദെയർ ഡ്രസ് ബിക്കെയിം ഓൾമോസ്റ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്. സാധാരണ ജനങ്ങളിൽ നിന്നും വലിയ വ്യത്യസ്തമല്ലാത്ത വിധത്തിൽ വസ്ത്രം ധരിക്കാനും, അല്ലെ വിദേശ വസ്ത്രബഹിഷ്കരണം, ലളിതമായ ജീവിതശൈലി, ഇതൊക്കെ ഗാന്ധിജി കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഹീ സെൻഡ് അസ് ടു ദ വില്ലേജസ്. ഗാന്ധി ആദ്യം കോൺഗ്രസ് പ്രവർത്തകരെ, നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ആൻഡ് ദ കൺട്രി സൈഡ് ബ്രിംഡ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇൻന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ സന്ദർശനം നടത്തുകയും ഇന്ത്യയുടെ ഗ്രാമങ്ങളെല്ലാം സജീവമായ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഗ്രാമീണരെ പട്ടണങ്ങളിൽ കൊണ്ടുവന്ന് സമരം ചെയ്യിക്കുകയല്ല, പട്ടണങ്ങളിലുള്ള നെഹ്റുവിനെയൊക്കെ പോലെയുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സന്നദ്ധ സേന ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ഗ്രാമീണരുമായി ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു തുടങ്ങി. ഇതൊക്കെ ഗാന്ധിജി വരുത്തിയ വലിയ മാറ്റങ്ങളാണ്. The peasant was shaken up and he began to emerge from his shell. ഇന്ത്യയിലെ കർഷക തൊഴിലാളികളെ അവൻ്റെ ഷെല്ലിൽ നിന്ന്, അവൻ ഒളിച്ചിരുന്ന ആ പുറന്തോടിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. The effect on us was different but equally far reaching. ഇത് നെഹ്റുവിനെ പോലെയുള്ള പ്രവർത്തകരെ കുറച്ചൊന്നുമല്ല
മാറ്റിമറിച്ചത്. അവരുടെ ചിന്താ രീതികളെ, അവരുടെ പ്രവർത്തന ശൈലികളെയൊക്കെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു രീതിയാണ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. We saw for the first time, as it were, the villager in the intimacy of his mud hut. ഒരു മൺകുടിലിരിക്കുന്ന ഗ്രാമീണനെ ഇൻറ്റിമേറ്റായി അടുത്തു പോയിരുന്ന് കാണുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചു. ആൻഡ് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ഓൾവേസ് പെർസ്യൂയിങ് ഹിം. ഈ ഗ്രാമീണൻ, ഈ നിരാലംബനായ ഈ ഗ്രാമീണൻ എപ്പോഴും വിശപ്പിൻ്റെ കരിനിഴലിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതും അങ്ങനെയായിരുന്നു. We learned our Indian economics more from these visits than from books and learned discourses. അപ്പം എത്ര വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയുടെ ഡിസ്കോഴ്സിനേക്കാളും സംഭാഷണങ്ങളെക്കാളും പുസ്തകങ്ങളെക്കാളും ഇന്ത്യയുടെ എക്കണോമിക്സ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നെഹ്റുവിനെ പോലുള്ളവർക്ക് ലഭിച്ചത് സത്യത്തിൽ ഈ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിലായിരുന്നു. അത് ഗാന്ധിജിയുടെ ആഹ്വാനങ്ങളിൽ നിന്നാണ് അത്തരം യാത്രകളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഷിഫ്റ്റ് ചെയ്യുന്നത്, നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള ഒരു മാറ്റം അത് കൊണ്ടുവരുന്നത് ഗാന്ധിജി തന്നെയാണ്. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നതെന്ന് ഗാന്ധിജി പറയുമായിരുന്നു. ദ ഇമോഷണൽ എക്സ്പീരിയൻസ് വി ഹാഡ് ഓൾറെഡി അണ്ടർഗോൺ വാസ് എംഫസൈസ്ഡ് ആൻഡ് കൺഫേംഡ്. അങ്ങനെയാണ്, ഈ യാത്രകളിലൂടെയാണ് നെഹ്റുവിനെ പോലെയുള്ളവർ കടന്നുപോയ ആ ഇമോഷണൽ എക്സ്പീരിയൻസ്, ആ വൈകാരികമായ ഒരു അനുഭവം, ഇന്ത്യ എന്താണ് എന്നുള്ള ആ ഒരു കണ്ടെത്തൽ, സത്യത്തിൽ അതിനെ എംഫസൈസ് ചെയ്യുന്നതും കൺഫേം ചെയ്യുക, അതിനെ ഊന്നിപ്പറയുന്നതും അതിന് ഒരു ഉറപ്പ് കിട്ടുന്നതുമൊക്കെ സത്യത്തിൽ ഈ യാത്രകളിലൂടെയായിരുന്നു. ആൻഡ് ഹെൻസ് ഫോർവേഡ്, അന്ന് മുതൽ there could be no going back for us to our old life or our old standards. അവരുടെ പഴയ ജീവിത രീതികളിലേക്കും ജീവിതശൈലികളിലേക്കും അവരുടെ പഴയ അളവുകോലുകളിലേക്കും ഒക്കെ അവർ തിരിച്ച് മടങ്ങിപ്പോകുവാൻ അവർക്കിനി ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അത്തരത്തിൽ പെർമനൻ്റായ സ്ഥിരമായ ഒരു മാറ്റമാണ്, ഒരു പുതിയ കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഗാന്ധിജിയുടെ ഇടപെടൽ അന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർക്ക് നൽകിയത്. What was the idea of India which he was setting out to mold according to his own wishes and ideals? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇന്ത്യ എന്ന ആശയം? അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം വിഷസും ഐഡിയൽസും ആഗ്രഹങ്ങളും ആശയങ്ങളും അനുസരിച്ച് അദ്ദേഹം മോൾഡ് ചെയ്യാൻ, വാർത്തെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച ഇന്ത്യ എന്തായിരുന്നു? ഗാന്ധിജിയുടെ തന്നെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. I shall work for an India in which the poorest shall feel that it is their country. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രന് പോലും അവരുടേതാണ് ഈ രാജ്യം എന്ന് തോന്നുന്ന ഒരു ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് എൻ എഫക്റ്റീവ് വോയിസ്. ആ ഇന്ത്യയുടെ സൃഷ്ടിയിൽ, ആ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും പാവപ്പെട്ടവന് പോലും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ദർ ഷാൽ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ഉച്ചനീചത്വങ്ങൾ, ഉയർച്ച താഴ്ചകളില്ലാത്ത, ഉയർന്ന ക്ലാസ്സും താഴ്ന്ന ക്ലാസ്സും ഒന്നുമില്ലാത്ത സമത്വസുന്ദരമായ ഒരു ഇന്ത്യ. An India in which all communities shall live in perfect harmony. പൂർണ്ണമായ ജനാധിപത്യത്തോടെ, പൂർണ്ണമായ അവസര സമത്വത്തോടെ എല്ലാ കമ്മ്യൂണിറ്റികളും, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമയോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. ആ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി എന്ന ആ ശപിക്കപ്പെട്ട സങ്കല്പം, അയിത്തം, തൊട്ടുകൂടായ്മ എന്ന ആ സങ്കല്പം ഉണ്ടായിരിക്കുകയില്ല. ആ ഇന്ത്യയിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സോ ഡ്രഗ്സോ, മയക്കുമരുന്നുകളോ മദ്യമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. പുരുഷന്മാരോടൊപ്പം തന്നെ അവകാശങ്ങൾ അനുഭവിക്കുന്ന, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളുടെ രാജ്യം. ദിസ് ഇസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യ. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്നെങ്കിലും ഹി ട്രൈ ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. ഹിന്ദുയിസത്തിന്, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ അറ്റയർ, ഒരു പ്രാപഞ്ചിക മാനം, ഒരു സാർവലൗകികമായ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിവേഷം നൽകാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജാതിമതസ്ഥരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നതും. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഒരേപോലെ അഭിമാനവും അവകാശബോധവും ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇന്ത്യൻ കൾച്ചർ, he wrote, is neither Hindu, Islamic nor any other, holy. പൂർണ്ണമായും ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവമോ ഇസ്ലാമികമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതത്തിൻ്റേതോ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പൂർണ്ണമായും ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എല്ലാം ചേർന്നുണ്ടായ ഒരുപാട് വിശ്വാസ പാരമ്പര്യങ്ങളുടെ, ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു സങ്കരമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന ആശയം. Again he said,
ഐ വോണ്ട് ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ് ടു ബി ബ്ലോൺ അബൌട്ട് മൈ ഹൗസ് ആസ് ഫ്രീ ആസ് പോസിബിൾ. ഈ രാജ്യത്തിലൂടെ, എൻ്റെ രാജ്യത്തിലൂടെ എല്ലാ പാരമ്പര്യങ്ങളും, എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളും ഒരുപോലെ കാറ്റുപോലെ സ്വതന്ത്രമായി കടന്നു പോകുന്ന ഒരു രാജ്യമായിരിക്കണം എൻ്റേത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിലേതെങ്കിലും ഒരു പാരമ്പര്യം അദ്ദേഹത്തെ അടിമപ്പെടുത്തുവാൻ അദ്ദേഹം അനുവദിക്കില്ല എന്ന് അദ്ദേഹത്തിന് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. I refuse to live in other people's houses as an interloper, a beggar or a slave. സ്വന്തം നാടായ ഇന്ത്യയിൽ തന്നെ മറ്റൊരു വിദേശ ഭരണത്തിന് കീഴിൽ ഒരു ഇൻ്റർലോപ്പറായി, ഒരു നുഴഞ്ഞുകയറ്റക്കാരനായി, ഒരു ഭിക്ഷാടകനായി അല്ലെങ്കിൽ ഒരു അടിമയായി കഴിഞ്ഞുകൂടാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻറ്റ്സ്, എപ്പോഴും ആധുനിക ചിന്താധാരകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. ഹി നെവർ ലെറ്റ് ഗോ ഓഫ് ഹിസ് റൂട്ട്സ് ആൻഡ് ക്ലങ് ടു ദം ടെനേഷ്യസ്ലി. ശക്തമായി അദ്ദേഹത്തിൻ്റെ വേരുകളിൽ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ ഭാരതീയമായ സ്വത്വത്തിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു, അതിനെ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ എനർജറ്റിക്കായ ഈ മനുഷ്യൻ, ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ധാരാളം ആത്മവിശ്വാസവുമായി നടന്നിരുന്ന, ശരീരം കൊണ്ട് വളരെ ചെറിയ മനുഷ്യനായിരുന്നിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം എപ്പോഴും പ്രസരിപ്പിച്ചിരുന്നു. ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അസാധാരണമായ ഒരു ഊർജ്ജമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും പ്രവഹിച്ചിരുന്നത്. സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അദ്ദേഹം ഓരോ വ്യക്തിയുടെയും, ഇന്ത്യ എന്ന രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈച്ച് ഇൻഡിവിജ്വൽ. സ്വാതന്ത്ര്യം എന്നാൽ ഒരു വിദേശ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ലെന്നും ആ സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും കിട്ടുന്ന ദിവസം മാത്രമേ ഇന്ത്യ ശരിക്കും സ്വതന്ത്ര ആവുകയുള്ളൂ എന്നുമൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനക്കൂട്ടങ്ങളെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയിരുന്നു. ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. ഒരു കാന്തം പോലെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഹീ സീം ടു ദം ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ. എപ്പോഴും ഇന്ത്യയുടെ ശോഭനമായിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ഇന്ത്യക്ക് ഇനി വരാനിരിക്കുന്ന ഒരു സുവർണമായ ഒരു ഭാവിയിലേക്ക് ഒരു കണക്ഷനായി എപ്പോഴും ഗാന്ധി ഇന്ത്യക്കാർക്ക്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യക്കാർക്ക് അനുഭവപ്പെട്ടു. അതായത് ഇന്ത്യയുടെ റിച്ചായ ഒരു കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവുമായിരുന്നു. എന്നാൽ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറിലേക്കുള്ള ഒരു മികച്ച മാതൃകയായും ഗാന്ധിജിയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ വിജയം. And to make the dismal present appear just as a stepping stone to a future of life and hope. ഒരു മികച്ച ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടി, അതായിരുന്നു ഈ 1920-കളിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വായിച്ചതുപോലെയുള്ള വേൾഡ് വാർ 1 ശേഷമുള്ള അത്യന്തം ദാരുണമായ ഒരവസ്ഥയിലായിരുന്നു ഇന്ത്യ. അപ്പോൾ ആ അവസ്ഥയെ അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി കണ്ടാൽ മതി, ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരു ശോഭനമായ കാലഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണ്ടാൽ മതി എന്ന് ആണ് ഗാന്ധിജി ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തത്. ദസ് ഹി എഫക്റ്റഡ് എ വാസ്റ്റ് സൈക്കോളജിക്കൽ റെവല്യൂഷൻ. മനഃശാസ്ത്രപരമായ ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ നടത്തിയത്. നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ്, അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ മാത്രമല്ല, ബട്ട് ഓൾസോ എമംഗ് ഹിസ് ഓപ്പണൻസ്, അദ്ദേഹത്തിനെ എതിർത്തിരുന്നവരിൽ നിന്ന് പോലും. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ്. അദ്ദേഹത്തിനെ എതിർക്കുകയോ അദ്ദേഹത്തെ അനുകൂലിക്കുകയോ ചെയ്യാതെ ന്യൂട്രലായി നിന്ന ആളുകളിൽ പോലും, ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ്, അവരുടെ മനസ്സ് ഗാന്ധിജി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ന്യൂട്രലായി നിന്ന ആളുകളിൽ പോലും ഒരു മാനസികമായ പരിവർത്തനം നടത്തുവാനും അവരെ ആകർഷിക്കുവാനും അവരുടെ പ്രവർത്തനത്തെയും ചിന്തയും ഒക്കെ സ്വാധീനിക്കുവാനും ഒക്കെ കഴിഞ്ഞ ഒരു മഹാപുരുഷനായി, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി സ്വയം മാറാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർഘടമായൊരു സന്ധ്യയായിരുന്നു ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ കഴിഞ്ഞുള്ള ആ കാലഘട്ടങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിരാശയും ഒക്കെ ഇന്ത്യൻ മനസ്സുകളെ, ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തെ മതിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുടനീളം ഇന്ത്യയുടെ ഒരു ആധ്യാത്മിക നേതാവായി, ഇന്ത്യയിലുടനീളം ഗ്രാമീണരുടെയും എല്ലാ ആബാലവൃദ്ധം ജനങ്ങളുടെയും ഒരു പ്രതീക്ഷയുടെ ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുവാനും വരും തലമുറകൾക്കുമൊക്കെ ഒരു മാതൃകയായി മാറുവാനുമൊക്കെ ഗാന്ധിജിക്ക് കഴിഞ്ഞതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് എന്നൊരു സ്ഥാനം കൊണ്ട് നമ്മൾ ആദരിക്കുന്നത്. വളരെ സത്യസന്ധമായ, കഴിയുന്നത്രയും ഒബ്ജക്റ്റീവായ ഒരു അവലോകനമാണ് സത്യത്തിൽ നെഹ്റു ഗാന്ധിജിയെക്കുറിച്ച് നടത്തുന്നത്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗാന്ധിജിയുടെ ആശയങ്ങളെ പൂർണ്ണമായും പിൻപറ്റാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്ന കാര്യം നെഹ്റു 2-3 തവണ ഈ ചാപ്റ്ററിലുടനീളം ഊന്നി പറയുന്നുണ്ട്. പല ഗാന്ധിയൻ ആശയങ്ങളെയും നമ്മൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്, നെഹ്റു ഉൾപ്പെടെ. സോ അങ്ങനെ ഒബ്ജക്റ്റീവായി ഗാന്ധി എന്ന പ്രതിഭാസത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ പ്ലേസ് ചെയ്യുകയാണ് ഈ ചാപ്റ്ററിലൂടെ നെഹ്റു. താങ്ക് യു.